മദ്യനയ കേസിൽ നിന്ന് നാം ഒരിക്കൽ കൂടി ബോധ്യപ്പെടുന്നത് എന്താണ്? മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും ഭരണകൂട ഭീകരതയ്ക്ക് മുൻപിൽ രക്ഷയില്ലെന്ന പാഠമാണ് നമുക്ക് മുൻപിലുള്ളത്. ആർക്കെതിരെയും കള്ളക്കേസുണ്ടാക്കുക, ഏജൻസികളെ വെച്ച് പിടിമുറുക്കുക, കരിയർ, ഭരണം എല്ലാം നശിപ്പിക്കുക. ഒടുവിൽ കോടതി വിധി വരുമ്പോഴേക്കും എല്ലാം അവസാനിപ്പിച്ചിരിക്കും. ആം ആദ്മി പാർട്ടിയുടെ പതനം വരെ കുറിച്ച മദ്യനയ കേസ് 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. ഒരു കേസ് ഫയൽ ചെയ്യുക, കുറെ മാപ്പുസാക്ഷികളെ ഉണ്ടാക്കുക, എന്നിട്ട് പിടിച്ച് ജയിലിലിടുക, അത് ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക. അതാണ് ഡൽഹിയിൽ കണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഡൽഹിയിൽ BJP ഭരണം സാധ്യമായത്, നാളെ എവിടെയും നടക്കാൻ സാധ്യതയുള്ളത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളെ നോക്കിയെങ്കിലും ജനാധിപത്യ ബോധമുള്ളവർ ഈ പോക്ക് ശരിയല്ലെന്ന് പറയാതിരിക്കുന്നത് എങ്ങനെ? ഡൽഹിയിൽ ആപ് സർക്കാരിന്റെ പതനത്തിന് വഴിവെച്ച കോളിളക്കം സൃഷ്ടിച്ച മദ്യനയ കേസ് തെളിവില്ലെന്ന് കണ്ട് പ്രത്യേക CBI കോടതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ 23 പ്രതികളെയും ന്യൂഡൽഹി റോസ് അവന്യൂ പ്രത്യേക CBI കോടതി വെറുതെ വിട്ടു. ആപ് സർക്കാരിന്റെ മദ്യനയത്തിൽ ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും കുറ്റകൃത്യത്തിലുള്ള ഉദ്ദേശമോ ഇല്ലെന്ന് വ്യക്തമാക്കിയ വിചാരണ കോടതി കേസ് അന്വേഷിച്ച CBI ഓഫീസർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പേജുകളുള്ള കുറ്റപത്രമുണ്ടാക്കിയിട്ടും 23 പ്രതികൾക്കെതിരെ കുറ്റപത്രത്തിൽ പ്രഥമദൃഷ്ട്യാ കേസുണ്ടെന്ന് സ്ഥാപിക്കാൻ പോലും CBIക്കായില്ല. കേവലം അനുമാനം മാത്രം അടിസ്ഥാനമാക്കി CBI ഉണ്ടാക്കിയ ഗൂഢാലോചന സിദ്ധാന്തം കോടതിയുടെ പരിശോധന അതിജീവിക്കാൻ പര്യാപ്തമല്ലെന്ന് കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു. സാക്ഷിയും തെളിവുമില്ലാത്ത ആരോപണങ്ങൾ മാത്രമാണിത്. CBIയുടെ ഈ സ്വഭാവം അനുവദിച്ചു കൊടുത്താൽ അത് ഭരണഘടനാ തത്വങ്ങളുടെ ഗുരുതരമായ ലംഘനമാകും. ഒരു പ്രതിയെ മാപ്പുസാക്ഷിയാക്കി അയാളുടെ മൊഴികളെടുത്ത് പ്രോസിക്യൂഷൻ നറേറ്റീവിന്റെ വിടവുകളെ ബന്ധിപ്പിച്ച് കൂടുതൽ പേരെ പ്രതികളാക്കി മാറ്റുന്നത് തെറ്റാണ്. അത്തരത്തിൽ ഒരു തെളിവുമില്ലാതെ കുൽദീപ് സിംഗിനെ 1-ാം പ്രതിയാക്കിയ CBI ഓഫീസർക്കെതിരെ വകുപ്പ് തല നടപടി വേണം. ഗൂഢാലോചനയുടെ ആസൂത്രകൻ എന്ന് പറഞ്ഞ മനീഷ് സിസോദിയുടെ പങ്കാളിത്തത്തിന് തെളിവില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് ഒന്നും കണ്ടെടുത്തതുമില്ല. കുറ്റപത്രത്തിലെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ CBIയുടെ ഗൂഢാലോചന സിദ്ധാന്തത്തെ തകർത്തു. ഒരു തെളിവും അടിസ്ഥാനമാക്കാതെ കെജ്രിവാളിനെ പ്രതിയാക്കിയതും നിലനിൽക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. 2021-22 സാമ്പത്തിക വർഷം ആം ആദ്മി സർക്കാർ നടപ്പാക്കിയ ഡൽഹി മദ്യനയം മദ്യവ്യാപാരം കുത്തകവൽക്കരിക്കാൻ ഉണ്ടാക്കിയതാണെന്നും അതിനായി ആപ്പ് നേതാക്കൾ കൈക്കൂലി വാങ്ങിയെന്നും ആരോപിച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സമർപ്പിച്ച പരാതിയിലാണ് CBI കേസ് രജിസ്റ്റർ ചെയ്തത്. അതേ തുടർന്ന് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ അറസ്റ്റ് നടന്നു. കേസിൽ പ്രതികളായ കെജ്രിവാൾ 156 ദിവസവും മനീഷ് सिसोदिया 530 ദിവസവും ജയിലിലായിരുന്നു. 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है. കോടതി വിധി താൻ പൂർണ്ണ ആദർശവാനാണെന്ന് പ്രഖ്യാപിച്ചതായി അരവിന്ദ് കെജ്രിവാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ കണ്ണീർ ഭരണകൂട ഭീകരതയോട് പറയുന്നുണ്ട് ഈ പോക്ക് ശരിയല്ലെന്ന്.